ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ഒരു സംഘർഷമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ BSFും ബംഗ്ലാദേശി ബോർഡർ ഗാർഡുകളും വലിയ രീതിയിൽ നമ്മുടെ അതിർത്തിയിൽ ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. വെസ്റ്റ് ബംഗാളിലെ മാൽഡ ജില്ലയിൽ ഫെൻസിംഗ് ജോലികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ സംഘർഷം ഉടലെടുത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. भारत माता के भारत माता के भारत माता के वंदे मातरम वंदे मातरम। ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തി ശക്തമാക്കാനായി ഇന്ത്യ വലിയ രീതിയിലുള്ള തുകയാണ് ചെലവഴിക്കുന്നത്. 33,000 കോടി രൂപയടക്കം ചെലവഴിച്ചുകൊണ്ട് നോർത്ത് ഈസ്റ്റിലടക്കം വലിയ രീതിയിലുള്ള അതിർത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ വരുന്നുണ്ട്. അമിത്ഷാ ഇത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഫെൻസിംഗിന്റെ ഭാഗമായി ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഒരു തർക്കം ഉടലെടുത്തിരുന്നു. നേരത്തെയും തർക്കങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്, എന്നാൽ അതൊക്കെ പരിഹരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം ഇത്തരത്തിലാണ്. BSF ജവാന്മാരും ബംഗ്ലാദേശി ബോർഡർ ഗാർഡുകളും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലാണ് സംഭവിച്ചത്. സുഖ്ദേവ്പൂർ എന്ന് പറയുന്ന ഗ്രാമത്തിന് സമീപം BSF ജവാന്മാർ ഇന്ത്യൻ ഭാഗത്ത് ജോലി ചെയ്യുന്നതിനിടയിലാണ് സംഭവം. അവിടെ ഫെൻസിംഗ് നടന്നുകൊണ്ടിരുന്നപ്പോൾ ബംഗ്ലാദേശി ബോർഡർ ഗാർഡുകൾ ഇത് വന്ന് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്ത്യ ഫെൻസിംഗ് ഇത് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇന്ത്യൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അതിൽ ഇടപെട്ടു. എന്നാൽ സംഘർഷമായപ്പോൾ അവിടെ നടന്നൊരു സംഭവം വളരെയധികം കൗതുകകരമായിട്ടുള്ളൊരു സാധനമാണ്. അതായത് സുഖ്ദേവ്പൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഗ്രാമവാസികളെ ഈ ബംഗ്ലാദേശ് ബോർഡർ ഗാർഡുകളെ നേരിടാനായി നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അഴിച്ചുവിടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇവർ നല്ല രീതിയിൽ ബംഗ്ലാദേശി ബോർഡർ ഗാർഡുകളെ കൈകാര്യം ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത്. വന്ദേ മാതരം, ജയ് ശ്രീറാം, ഭാരത് മാതാ കി ജയ് എന്നീ വിളികളോടുകൂടി ഇവർ ഇരച്ചെത്തുന്ന, അതായത് ഗ്രാമവാസികൾ ഇരച്ചെത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ ഇരച്ചെത്തി ബംഗ്ലാദേശ് ബോർഡർ ഗാർഡുകളുമായി ഇവർ നല്ല രീതിയിൽ സംഘർഷം തുടങ്ങി. അവസാനം ഈ BSF ജവാന്മാർ ഈ ഗ്രാമവാസികളെ പിടിച്ചു മാറ്റാൻ ധാരാളം പണിപ്പെട്ടു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. সুখদেবপুর বাংলাদেশ বর্ডারে এই যে তারা দিচ্ছে না, তার জন্য এই যে বিডিআর সামনে বিডিআর আমাদের গ্রামের দর্শক দেশবাসী নিচে 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 বন্দে মাতরম বন্দে মাতরম বন্দে মাতরম বন্দে মাতরম বন্দে মাতরম জয় শ্রীরাম জয় শ্রীরাম জয় শ্রীরাম জয় শ্রীরাম জয় শ্রীরাম বন্দে মাতরম বন্দে মাতরম भारत माता के भारत माता के भारत माता के भारत माता के ওদিকে দুটো সাপড়া আছে বোট কি চাচা খালি চলা এই একটা মিনিট বুঝে দে ভালো বুঝে কইতে যায় খালি আইডা বল দেব থাম থাম কই দেব না কোন চলে চলে বলা বলে এই কে চলে সে না করে দাও আগে পাবে না সর তো সাথে এই চলে না যারা সঠিক চলে চলে বাড়ি যাই এই রাতে চলে সই দে যেটি পারি റിപ്പോർട്ടുകൾ പ്രകാരം ഫെൻസിംഗ് പദ്ധതിക്ക് ഇരു രാജ്യങ്ങളും മുൻകൂർ അനുമതി നൽകി എന്ന് ഇന്ത്യൻ പക്ഷം പറയുന്നു. അങ്ങനെ പറഞ്ഞ് രേഖകൾ കാണിച്ചപ്പോൾ ബംഗ്ലാദേശ് ബോർഡർ ഗാർഡുകൾക്ക് അത് മനസ്സിലായി. ആ തർക്കം ഉടനെ തന്നെ പരിഹരിക്കാൻ സാധിച്ചു എന്നാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. അവിടെ നിന്നും ഗ്രാമവാസികളെ പിന്തിരിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ BSF കുറച്ച് കഷ്ടപ്പെട്ടത് എന്നും അറിയുന്നു. കാരണം അത്ര ഗംഭീരമായിട്ടുള്ള അടിയായിരുന്നു അവർക്ക് ലഭിച്ചത്. സ്റ്റാൻഡേർഡ് ബോർഡർ മാനേജ്മെന്റ് പ്രോട്ടോകോൾ പ്രകാരം ഉടൻ ജോലി പുനരാരംഭിക്കാൻ സാധിച്ചു എന്നും റിപ്പോർട്ടുകളുണ്ട്. എന്തു തന്നെയായിരുന്നാലും
ഈ വിഷയം ഒരു സംസ്ഥാന ശ്രദ്ധ തന്നെ ആകർഷിച്ചിരുന്നു. അത് ബംഗ്ലാദേശിന്റെ വലിയൊരു ശ്രദ്ധ ആകർഷിച്ചിരുന്നു. BJPയുടെ നേതാവായിട്ടുള്ള സുവേന്ദു അധികാരി ഗ്രാമവാസികളെ പുകഴ്ത്തി രംഗത്തെത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ഗ്രാമവാസികളെ പുകഴ്ത്തി രംഗത്തെത്തുന്ന അദ്ദേഹം പറഞ്ഞത്, രാജ്യദ്രോഹപരമായിട്ടുള്ള യാതൊരു നിലപാടുകളും വച്ചു പൊറുപ്പിക്കാത്ത ഈ ഗ്രാമവാസികൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രംഗത്തെത്തിയത്. ഇതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.